ലണ്ടനിലെ ഡവോസ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാനെത്തിയ സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി മേധാവി അഹ്മദ് അൽ ഖലീഫി അമേരിക്കൻ ചാനലായ ബ്ലൂംബർഗിന് അനുവദിച്ച അഭിമുഖത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടം സൗദി മറികടന്നെന്ന് വ്യക്തമാക്കിയത്. പെട്രോൾ വിലയിടിവിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടന്ന് കരാർ കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശികയിൽ 270 ബില്യൺ റിയാൽ സർക്കാർ ഇതിനകം നൽകി. 2017 സാമ്പത്തിക ബജറ്റ് സൗദിയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ അനുയോജ്യമായതാണ്. ജപ്പാനിലെ ടോക്കിയോ മിസ്തുബിഷി ബാങ്കിന് സൗദിയിൽ ശാഖകൾ തുറക്കാൻ അംഗീകാരം നൽകിയത് വൻ സാമ്പത്തിക കുതിപ്പ് പ്രതീക്ഷിച്ചാണെന്നും മോണിറ്ററി ഏജൻസി മേധാവി വിശദീകരിച്ചു. വിദേശ കടം കുറയ്ക്കാനും നവംബറിൽ കരാറിലായ 55 മില്യൺ റിയാൽ കൊടുത്തുവീട്ടാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പെട്രോൾ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് സാമ്പത്തിക ഉണർവുണ്ടാകുമെന്ന് ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദ്ആൻ പറഞ്ഞു. രാഷ്ട്രത്തിന് ആവശ്യമായ സമ്പത്തിന്റെ 60% നൽകാൻ ഇതിലൂടെ സ്വകാര്യ മേഖലയ്ക്ക് സാധിക്കുമെന്നും ധനകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. പെട്രോൾ ഉൽപ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ തീരുമാനങ്ങളിലൂടെ എണ്ണവിലയിടിവ് പിടിച്ചു നിർത്താനായാൽ കൂടുതൽ സാമ്പത്തിക നേട്ടം കൈവരിക്കാനാകുമെന്നും അഹ്മദ് ഖലീഫി പ്രത്യാശ പ്രകടിപ്പിച്ചു. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്.